കിട്ടിയപ്പെട്ടത് നിങ്ങളൊരു തീരുമാനമാക്കാതെ ഇവിടെ എന്തായാലും हेलो इतना दिवस आयല്ലോ हमारे लिए कौन है तो बुलाओ ഒരു ബാത്റൂമിൽ ആരും പേടിക്കുന്നില്ല. അല്ല ഇത് കുടിച്ചു കഴിഞ്ഞ് പോകണ്ടേ മനുഷ്യന് കളിയാട്ടോ. നമ്മളൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ബംഗാളികളാണെന്ന് വിചാരിച്ചാൽ ഏത് കോണത്തിലും അത് വരുത്തിച്ചതാണ്. എത്ര ദിവസം ഞങ്ങൾ വരാതിരുന്നത് വരെ പോയി ഇതാക്കി. ഫെസിലിറ്റി മാത്രം തന്നാൽ മതി. അതെങ്കിലും തരണമല്ലോ. കിട്ടിയപ്പെട്ടത് നിങ്ങളൊരു തീരുമാനമാക്കാതെ ഇവിടെ എന്തായാലും ഇപ്പൊ ഒരു 15 ദിവസത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് പറയാൻ തുടങ്ങി. എങ്ങനെ റെഡിയാക്കില്ല അത് റെഡിയാക്കിയിട്ട് ഞങ്ങൾ പോകണം. നിങ്ങളെ ഭയങ്കര ഇത് വേണ്ട വേണ്ടെന്ന് വെച്ചാൽ എന്ത് നിങ്ങൾക്ക് ഈ ചൂടില്ലാത്ത എത്ര നാളെ അല്ലേ? പിന്നെ എല്ലാത്തിനും മുമ്പിൽ ഇത് കാര്യം പറഞ്ഞോ. ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശമുണ്ടോ? എത്ര ആൾക്കാരെ ഓരോരുത്തരും കുടിക്കാൻ പോവുക. അങ്ങോട്ട് നടന്നിട്ട് കുടിച്ചിട്ട് വരുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കാത്ത ഈ പ്രശ്നം മനസ്സിലാക്കാത്ത ഒറ്റ കാര്യമുണ്ട്. ക്ലിയർ ആണല്ലോ. ഡ്രെയിനേജ് ബ്ലോക്കാണ്.
ചേട്ടാ അത് 1 മാസത്തിന് മേളിലാണ് ചേട്ടാ ഡ്രൈനേജ് ബ്ലോക്ക് ആയിട്ട്. അല്ല നിങ്ങൾ നിങ്ങൾ ചെയ്യുമോ അത്? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ ചെയ്യുന്നത്? ആര് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ഞാൻ കാണിച്ച കിടക്കുന്നത് എങ്ങനെയാണ്? അതേപോലെ തന്നെ മെയിൻ്റനൻസിന്റെ ആൾക്കാരോട് ഞങ്ങൾ അവിടെ വരുമ്പോൾ പറയുന്നത് ഞങ്ങളെ ഒന്നും അല്ലാതാക്കാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ റൂം ക്ലീൻ ചെയ്താൽ മതി. ഈ വരുന്ന അല്ല പാർക്കിംഗ് ഒന്ന് ശരിയായിട്ടാ കുറച്ച് നമ്മൾ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ ക്ലീനിങ്ങൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. വെള്ളം കെട്ടിക്കിടക്കുക അവിടെ ഫുള്ള് കച്ചറ. ഞങ്ങളും ഇതാക്കുന്നില്ല. ഡെയിലി നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന ഡെയിലി വന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. അതൊന്നും നമ്മൾ പറയണില്ല. ആ പാർക്കിങ്ങിനും നമസ്കാരം. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്നാണ് എറണാകുളം ക്രൗൺ പ്ലാസയിലെത്തിയ ഡ്രൈവർമാർ വലിയ പ്രതിഷേധം നടത്തിയത്. ഗസ്റ്റുകളുമായി എത്തിയതാണ്, പല സ്ഥലങ്ങളിൽ നിന്നും ഓടിയെത്തിയവരാണ്. അവർക്ക് രാവിലെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതിരുന്നതോട് കൂടിയിട്ടാണ് പ്രതിഷേധവുമായി ഹോട്ടലിന് മുന്നിലും റിസപ്ഷനിലേക്കും അവർ തള്ളിക്കയറിയത്. ശുചിമുറിയിൽ പോകുന്ന വേഷത്തിലാണ് അവർ റിസപ്ഷനിലെത്തി പ്രതിഷേധം നടത്തിയത്. കഴിഞ്ഞ 15 ദിവസമായി ഇവിടുത്തെ ശുചിമുറി അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനെ തുടർന്നാണ് ഈ ഡ്രൈവർമാർക്ക് ശുചിമുറിയിലൊന്നും പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നത്. പകരം സംവിധാനം ഇവർ ഒരുക്കി നൽകിയില്ല. അങ്ങനെയാണ് ഇന്ന് രാവിലെ വലിയ പ്രതിഷേധം നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. പല ഹോട്ടലുകളിലും ഇതേ രീതിയിലുള്ള അവസ്ഥയാണ്. ചിലയിടത്ത് ഒരു ശുചിമുറി മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഹോളിഡേയിലും ഇത്തരത്തിൽ പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. പല 5 സ്റ്റാർ ഹോട്ടലുകളിൽ ചെന്നാലും ഡ്രൈവർമാർക്ക് അവഗണനയാണ്. ചുരുക്കം ചില ഹോട്ടലുകളിൽ മാത്രമാണ് പരിഗണന ലഭിക്കുന്നത്. നിയമപ്രകാരം ഈ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ടൂറിസ്റ്റുകളുമായി എത്തുന്ന ഡ്രൈവർമാർക്ക് റെസ്റ്റ് റൂം വേണമെന്ന് നിയമമുണ്ട്. പക്ഷേ അതൊന്നും പലരും പാലിക്കുന്നില്ല. 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഇത്തരത്തിൽ വലിയ കടുത്ത അവഗണനയാണ് ഡ്രൈവർമാർക്ക് നേരിടേണ്ടി വരുന്നതെന്നാണ് പല ഡ്രൈവർമാരും പറയുന്നത്. അവരുടെ ഒന്നും ഒരു ബൈറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം ഒരു പ്രതികാര ബുദ്ധിയോടെ അവർ പെരുമാറിക്കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഓട്ടമൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒന്നും ബൈറ്റ്, ഒരു പ്രതികരണം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാത്തത്. അവർ നമ്മളോട് ഷെയർ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ചില ഹോട്ടലുകളിൽ ടോയ്ലറ്റിൽ പോകാനും കുളിക്കാനും ഒരു സംവിധാനം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നിലധികം അല്ലെങ്കിൽ 5ഓ 10ഓ ഡ്രൈവർമാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വലിയ താമസം നേരിടും. ചിലപ്പോൾ ഇതൊന്നും പ്രാഥമിക കൃത്യങ്ങളൊന്നും നിർവഹിക്കാതെ ഈ ഗസ്റ്റുകളുടെ കൂടെ തിരികെ പോകേണ്ട ഒരു അവസ്ഥയും വരുന്നുണ്ട്. അത്തരത്തിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഈ ഹോട്ടലുകളിലൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രൗൺ പ്ലാസയിൽ അതിൻ്റെ സൂചന പ്രകാരം ഇവർ ഒരു പ്രതിഷേധം നടത്തിയത്. എന്തായാലും അതിന് ഒരു താൽക്കാലിക പരിഹാരം മാനേജ്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഇത്തരത്തിൽ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായാൽ വലിയ പ്രതിഷേധം നടത്തുമെന്ന് ഈ ഡ്രൈവർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.